സ്വീകരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറായി. എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റും ഞാൻ പറയുന്നില്ല. ഇതാണ് വി.ഡി. സതീശന്റെ നിലപാട്. വി.ഡി. സതീശൻ നേരത്തെ വ്യക്തമാക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഒരു കാര്യം വ്യക്തമാണല്ലോ, പാലക്കാട് രാഹുൽ വന്നിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവുകയില്ല. അത് സ്പഷ്ടമാണല്ലോ. ഒരു കാര്യം പറഞ്ഞ് ഒഴിയുകയാണ്, MLA ആണ്, MLA തടയാൻ പറ്റുകയില്ല എന്ന്. പക്ഷെ അതൊരു വികലമായ ന്യായീകരണം മാത്രമല്ലേ? മഞ്ജുഷ്, പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. അതിലൊന്ന്, രാഹുൽ നിയമസഭയിലേക്ക് എത്താനായി തിരഞ്ഞെടുത്ത ദിവസവും ഇന്നലെ പാലക്കാട് എത്താനിടയായ സാഹചര്യവും തമ്മിൽ ഒരു സാമ്യമുണ്ട്. കാരണം ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ഒരു കൃത്യമായ ബോധ്യമുള്ള സാഹചര്യത്തിലാണ് നിയമസഭയിലേക്ക് മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്ന ആ സമ്മേളന വേളയിൽ ആ സഭയുടെ ആദ്യ ദിനം രാഹുൽ സഭയ്ക്കുള്ളിലേക്ക് എത്തുന്നത്. സമാനമായ തരത്തിൽ ഇന്നലെ കൃത്യമായി ഒരു KPCC ഭാരവാഹിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് നമുക്കറിയാം. ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ അതിന് സമീപത്ത് വെച്ച് ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകാനുള്ള സ്വാഭാവികമായ സാഹചര്യങ്ങളൊന്നും ഉരുത്തിരിയുകയില്ല. ഇത് കൃത്യമായ ഒരു ആസൂത്രണം രാഹുലിനെ പാലക്കാട് എത്തിക്കുന്നതിന് പിന്നിലും നിയമസഭയിൽ എത്തിച്ചതിന് പിന്നിലും ഉണ്ട് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും കരുതുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം വിശദമായി അതിനെക്കുറിച്ചൊന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഈ നിമിഷം വരെയും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ അതൊക്കെ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിന് എതിരെയുള്ള ഒരു നീക്കം പാർട്ടിയിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ V.D. സതീശൻ ഒരുപാട് അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകാതിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, പാലക്കാടുള്ള ജില്ലാ തലത്തിലുള്ള നേതാക്കൾക്ക് പുറമെ മുതിർന്ന ചില നേതാക്കൾക്ക് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇന്നലെ എത്തുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന അഭിപ്രായവും ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തുടർന്ന് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളും പോലീസിനോ അല്ലെങ്കിൽ മറ്റ് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലോ ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് നൽകിയിട്ടില്ല എന്നാണ് രാഹുലും രാഹുലിനെ അനുകൂലിക്കുന്നവരും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയത്ത് തന്നെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് എന്നുള്ള വി.ഡി. സതീശന്റെ ആ പ്രതികരണമുണ്ടല്ലോ, തുടർച്ചയായിട്ടുള്ള പ്രതികരണം, അതിപ്പോഴും നിലനിൽക്കുകയാണല്ലോ. കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വരാം ഡാനിലേക്ക്.